രോഹിണി നക്ഷത്രം. വിഷുഫല ചിന്തനയിൽ ഈ വർഷം രോഹിണി നക്ഷത്രം മധ്യഷൽക്കത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് ഏറെ ഗുണകരമാണ്. വളരെ കാലമായിട്ട് അനുഭവിച്ചു വന്നിരുന്നതായ ദുഃഖ ദുരിതങ്ങൾക്ക് മാറ്റം വരുന്നതാണ്. കണ്ടകശനിയും ജന്മവ്യാഴവും മാറിയതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ വലുതായ മാറ്റങ്ങൾ വരും. കർമ്മരംഗത്തെ നിലനിന്നിരുന്ന പ്രതിബന്ധങ്ങളെല്ലാം തന്നെ മാറി പുതിയ ഉണർവ് പ്രകടമാകും. സാമ്പത്തികമായ ഉന്നതി, രാജകീയ ബഹുമാനസ്ഥാന ലബ്ധി തുടങ്ങിയ സൽഫലങ്ങളും അനുഭവമാകുന്നതാണ്. യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും. കുടുംബത്തിൽ ചെറിയ വിഷമതകൾക്ക് ഇട കാണുന്നുണ്ടെങ്കിൽ പോലും അത് പരിഹരിക്കുവാനും സാധിക്കുന്നതാണ്. അകൽച്ചയിലായിരുന്ന ദമ്പതികൾ തമ്മിൽ യോജിക്കുവാനും ഇടയുണ്ട്. ദിഷണാപരമായിരിക്കുന്ന കഴിവുകൾ മെച്ചപ്പെടും. ഉന്നത നിലയിലുള്ള വ്യക്തികളുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുവാൻ അവസരം ഒരുങ്ങുന്നതാണ്. ഗ്രന്ഥകാരന്മാർക്കും കലാകാരന്മാർക്കും മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും. ഓഹരികളിൽ നിന്നും ഷെയറുകളിൽ നിന്നും വരുമാനവും ഉണ്ടാകും. ഭാഗ്യാന്വേഷികൾക്കും നല്ല സമയം തന്നെയാണ്. ബിസിനസ് വിപുലീകരിക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കും ശ്രമങ്ങളും വിജയത്തിൽ എത്തിച്ചേരും. അനാവശ്യമായിരിക്കുന്ന ആരോപണങ്ങൾ കേൾക്കുവാനും ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞുമാറി നിൽക്കേണ്ടതാണ്. മറ്റുള്ള ആളുകളെ സഹായിക്കുവാൻ ശ്രമിക്കുമെങ്കിൽ പോലും തിരികെ പരാതികളും പ്രശ്നങ്ങളും വന്നു ചേർന്നേക്കാം. അവസരങ്ങളെല്ലാം തന്നെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ പരിശ്രമിക്കണം. ദോഷപരിഹാരാർത്ഥമായി നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും പാൽപ്പായസം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും നരസിംഹയന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.